ഹലോ നമസ്കാരം. ഇന്ന് ചെറിയ ചാറ്റൽ മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ വരെ കഠിനമായ ചൂടായിരുന്നു. അത് തണുപ്പിക്കാനെന്നവണ്ണമായിരിക്കും മഴ ചാറാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ദൂരെ കാണുന്ന ഫ്ലാറ്റിന്റെ മുകൾ ഭാഗം മഴമേഘങ്ങളാൽ മൂടപ്പെട്ടിട്ടുണ്ട്. ആശാന് ഈ മഴ ആസ്വദിക്കുകയാണെന്ന് തോന്നുന്നു. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ ഒരു വിന്റേജ് ഐറ്റം തലയെടുപ്പോടുകൂടി നിൽക്കുന്നു കണ്ടു. ഈ മഴയുടെ വശ്യത ആസ്വദിച്ച് ഞാൻ മുന്നോട്ട് നടന്നു. ഈ മഴയോടൊപ്പം നല്ല രീതിയിൽ കാറ്റും വീശുന്നുണ്ട്. നടന്ന് നടന്ന് പ്ലിമൗത്ത് പോർട്ടിലെത്തി. ഫ്രാൻസ് ബേസ്ഡ് ഷിപ്പിംഗ് കമ്പനിയായ ബ്രിട്ടനി ഫെറീസിൻ്റെ യുകെയിലെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇവിടെയാണ്. ഈ പോർട്ടിൽ നിന്നും ഫ്രാൻസിലേക്കും സ്പെയിനിലേക്കും ഫെറി സർവീസുകൾ നടക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് ആഡംബര നൗകകൾ നിർത്തിയിട്ടിട്ടുണ്ട്. ചെറുതും വലുതുമായ ബോട്ടുകൾ വളരെ ഭംഗിയായി പാർക്ക് ചെയ്തിരിക്കുന്നു. ഒരു ചരക്ക് കപ്പൽ പോർട്ടിൽ നങ്കൂരമിട്ടിട്ടുണ്ട്. മഴയുള്ളതുകൊണ്ട് തന്നെ വ്യക്തമായി കാണാൻ സാധിക്കുന്നില്ല. ചരക്ക് ഇറക്കാൻ വന്നതാണോ അതോ കയറ്റാൻ വന്നതാണോ എന്നറിയില്ല. കടൽപ്പാലമാണെന്ന് തോന്നുന്നു. അത്യാവശ്യം കടലിലേക്ക് നീണ്ടു കിടപ്പുണ്ട്. ഡിവോൺ ആൻഡ് കോൺവാൾ പോളാർ സൊസൈറ്റി സ്ഥാപിച്ചിരിക്കുന്ന ഒരു സ്മാരകം കാണാനിടയായി. പോളാർ പരിവേഷകൻ സർ ഏണസ്റ്റ് ഷക്കിൾട്ടണിന്റെ സ്മരണാർത്ഥമാണ് ഈ കല്ലിവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. 1914 മുതൽ 1917 വരെ നടന്ന ഇംപീരിയൽ ട്രാൻസ് അന്റാർട്ടിക് എക്സ്പെഡീഷന് അദ്ദേഹം ഈ പോർട്ടിൽ നിന്നാണ് യാത്ര തിരിച്ചത്. അദ്ദേഹം യാത്ര ചെയ്ത കപ്പൽ എൻഡ്യൂറൻസ് ഐസ്പാടുകളിൽ കുടുങ്ങി ആ എക്സ്പെഡീഷൻ ഒരു ഡിസാസ്റ്ററായി മാറി. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ആളുകളും ലൈഫ് ബോട്ടിന്റെ സഹായത്താൽ രക്ഷപ്പെട്ടു. അദ്ദേഹം നിരാശനായില്ല, തിരിച്ചെത്തി. 1921 ഷക്കിൾട്ടൺ റോവെറ്റ് അന്റാർട്ടിക് എക്സ്പെഡീഷൻ സ്റ്റാർട്ട് ചെയ്തു. വിധി മറ്റൊന്നായിരുന്നു അദ്ദേഹത്തിന് കരുതി വെച്ചത്. ആ എക്സ്പെഡീഷൻ പൂർത്തിയാക്കാൻ കഴിയാതെ 1922 അദ്ദേഹം ഹാർട്ട് അറ്റാക്ക് വന്ന് മരണപ്പെട്ടു. എന്നാൽ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. മഴ കനക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ പിന്നെ നാളെ കാണാം. ഗുഡ് ബൈ. ഹലോ നമസ്കാരം. ഇന്ന് ചെറിയ ചാറ്റൽ മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ വരെ കഠിനമായ ചൂടായിരുന്നു. അത് തണുപ്പിക്കാനെന്നവണ്ണമായിരിക്കും മഴ ചാറാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ദൂരെ കാണുന്ന ഫ്ലാറ്റിന്റെ മുകൾ ഭാഗം മഴമേഘങ്ങളാൽ മൂടപ്പെട്ടിട്ടുണ്ട്. ആശാന് ഈ മഴ ആസ്വദിക്കുകയാണെന്ന് തോന്നുന്നു. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ ഒരു വിന്റേജ് ഐറ്റം തലയെടുപ്പോടുകൂടി നിൽക്കുന്നു കണ്ടു. ഈ മഴയുടെ വശ്യത ആസ്വദിച്ച് ഞാൻ മുന്നോട്ട് നടന്നു. ഈ മഴയോടൊപ്പം നല്ല രീതിയിൽ കാറ്റും വീശുന്നുണ്ട്. നടന്ന് നടന്ന് പ്ലിമൗത്ത് പോർട്ടിലെത്തി. ഫ്രാൻസ് ബേസ്ഡ് ഷിപ്പിംഗ് കമ്പനിയായ ബ്രിട്ടനി ഫെറീസിൻ്റെ യുകെയിലെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇവിടെയാണ്. ഈ പോർട്ടിൽ നിന്നും ഫ്രാൻസിലേക്കും സ്പെയിനിലേക്കും ഫെറി സർവീസുകൾ നടക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് ആഡംബര നൗകകൾ നിർത്തിയിട്ടിട്ടുണ്ട്. ചെറുതും വലുതുമായ ബോട്ടുകൾ വളരെ ഭംഗിയായി പാർക്ക് ചെയ്തിരിക്കുന്നു. ഒരു ചരക്ക് കപ്പൽ പോർട്ടിൽ നങ്കൂരമിട്ടിട്ടുണ്ട്. മഴയുള്ളതുകൊണ്ട് തന്നെ വ്യക്തമായി കാണാൻ സാധിക്കുന്നില്ല. ചരക്ക് ഇറക്കാൻ വന്നതാണോ അതോ കയറ്റാൻ വന്നതാണോ എന്നറിയില്ല. കടൽപ്പാലമാണെന്ന് തോന്നുന്നു. അത്യാവശ്യം കടലിലേക്ക് നീണ്ടു കിടപ്പുണ്ട്.